വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഫ്രൈഡ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരുംജീരകം അഥവാ വലിയ ജീരകം, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഒരു 1/4 കിലോ പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഡിവൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ പെരുംജീരകം, ആ ഒരു മിക്സ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മസാലയൊക്കെ പ്രോൺസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കാരണം തന്നെ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല കളറായിരിക്കും ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഈ ഒരു പ്രോൺസ് ഫ്രൈക്ക് എരിവ് കൊടുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഈ ഒരു ഫ്രൈക്ക് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഓരോന്നായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് നമുക്ക് ഈ പ്രോൺസ് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള മസാല കൂടി ഇതിൻ്റെ മീതയ്ക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ പാനൊക്കെ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടാനായിട്ട്. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കാം. ഇപ്പോൾ 2 വശവും ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഫ്രൈ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചെമ്മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്ന് ഈ ചെമ്മീനിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പെരുംജീരകവും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയൊക്കെ എടുത്ത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂടോടുകൂടി നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ചോറിൻ്റെയോ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി, നാൻ ഇതെല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.